നമ്മൾ ഈ സൈറ്റ് സീയിങ്ങിന് കൊണ്ടുവന്ന കുതിരയുടെ പേര് റാംബോ എന്നാണ് കേട്ടോ. അങ്ങനെ റാംബോ വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായി നമ്മൾ തിരിച്ചു പോകാൻ പോവാണ്. അപ്പോഴാണ് ബെൽജിയത്തിൽ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്ത ഒരു ബോളിവുഡ് സോങ്ങിനെ പറ്റി എനിക്ക് ഓർമ്മ വന്നത്. നിങ്ങൾക്കും അറിയായിരിക്കും, PK മൂവിയിലെ ഈ ഒരു സോങ് ആണത്. PK മൂവിയിലെ ഈ സോങ് ആണ് എക്സ്ക്ലൂസീവ്ലി ബ്രൂഷിൽ ഷൂട്ട് ചെയ്തേക്കുന്നത്. മാത്രമല്ല ഇതാണ് ആകെയുള്ള ഒരു ഹിന്ദി മൂവി ബെൽജിയത്തിൽ ഷൂട്ട് ചെയ്തേക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ കുതിരസവാരി തുടങ്ങിയ മാർക്കറ്റ് സ്ക്വയറിൽ തന്നെ തിരിച്ചെത്തി. അപ്പോൾ മാർക്കറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ക്രിസ്മസ് ആണ് ഏറ്റവും ഫേമസ്. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സിറ്റി കൂടിയാണ്. അടുത്തായിട്ട് നമ്മൾ കാണുന്നതാണ് പ്രൊവിൻഷ്യൽ ഹൗസ് അല്ലെങ്കിൽ പാലസ്. ഇതൊരു നിയോ ഗോത്തിക് സ്റ്റൈലിൽ ബിൽഡ് ചെയ്തേക്കുന്ന പാലസ് ആണ്. ഫ്രീ ഓഫ് എൻട്രി ആണ്. അത് റീസെൻ്റ്ലി റിനോവേറ്റ് ചെയ്ത് പബ്ലിക്കിന് വേണ്ടി കൊടുത്തേക്കുന്നതാണ്. അതിൻ്റെ അകം കാണാൻ അടിപൊളിയാണ്. കുറേ പിക്ചേഴ്സും കുറേ ആർട്ട് വർക്ക്സും എല്ലാം, അതും കംപ്ലീറ്റ്ലി ഫ്രീ ആണ് പബ്ലിക്കിന്. ഇവിടെ ഇതുപോലെയുള്ള ഒരുപാട് ആർട്ട് മ്യൂസിയങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ടൈം ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് ബ്രൂഷിലേക്കാണ്. അതൊരു കാത്തലിക് ചർച്ചാണ്. 13th സെഞ്ച്വറിയിലാണ് ഇത് പണിഞ്ഞിരിക്കുന്നത്. അത് ഏറ്റവും ടോളസ്റ്റ് ടവർ ഇൻ ദ ബ്രൂഷാണ്. പോരാതെ തന്നെ 3rd ടോളസ്റ്റ് ബ്രിക്ക് ടവർ ഇൻ ദ വേൾഡ് കൂടിയാണ്. ഇതൊരു ചർച്ച് കൂടാതെ ഒരു ആർട്ട് മ്യൂസിയം കൂടിയാണ്. പിന്നെ ഇതിനകത്തുള്ള ദൈവങ്ങളൊക്കെ കണ്ടില്ലേ, നല്ല കിടിലനായിട്ട് യേശുക്രിസ്തുവിൻ്റെയൊക്കെ മീസാന കണ്ടില്ലേ, എന്താ ഒരു ലുക്ക്. അങ്ങനെ സെറ്റപ്പായിട്ടുള്ളൊരു പള്ളിയാണത്. ഈ പള്ളിക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കൽ ആഞ്ചലോയുടെ ഒരു സ്കൾപ്ചറായ മഡോണ ആൻഡ് ചൈൽഡ്, അതായത് മൈക്കൽ ആഞ്ചലോയുടെ ഏക പീസ് ഓഫ് ആർട്ട് അത് ഇറ്റലിക്ക് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ഈ മഡോണ ആൻഡ് ചൈൽഡാണ്. അത് ഇവിടെയാണ് സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. ഇതാണത്. ഈ ഒരു മാതാവിനെ കാണാനും വേണ്ടിയിട്ട് നമുക്ക് €6 കൊടുക്കണം. പൈസ കൊടുത്തേ കാണാൻ പറ്റത്തുള്ളൂ. ചർച്ചിൻ്റെ അകത്തുള്ള എൻട്രി ഫ്രീ ആണ്. പക്ഷേ മാതാവിനെ കാണാൻ വേണ്ടി കാശ് കൊടുക്കണം. അതുമാത്രമല്ല കുറേ ആർട്ടുകൾ ഈ വോൾസിലെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കാശ് കൊടുക്കണം. നോക്കിയാൽ കാണും, നല്ല അടിപൊളി. അതിനകം കാണാൻ തന്നെ ഒരു നല്ല ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ഒരു ചർച്ച് കൂടാതെ വേറൊരു ഹോളി ബ്ലഡ് ബേസിലിക്ക എന്ന് പറഞ്ഞിട്ട് ഒരു ചർച്ച് കൂടിയുണ്ട്. അവിടെയാണ് യേശു ക്രിസ്തുവിൻ്റെ ബ്ലഡ് സൂക്ഷിച്ചേക്കുന്നത്. നമുക്ക് പക്ഷേ അവിടെ പോകാൻ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ യാത്ര തുടർന്നു. നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കൊച്ചുണ്ണിക്ക് പറ്റിയൊരു ട്രോളിയിൽ കൊച്ചുണ്ണി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ നേരെ അക്കോമഡേഷനിലേക്ക് പോവാണ്. ഈ അക്കോമഡേഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു കൺട്രി സൈഡിലാണ്. അത് ബെൽജിയത്തിൻ്റെയും ലക്സംബർഗിൻ്റെയും ബോർഡറാണ്. അങ്ങനെ യാത്രക്കിടയിലാണ് ഈ പ്രത്യേകതരം ജിമ്മന്മാരായ പശുക്കൾ നമ്മുടെ കണ്ടിൽപ്പെട്ടത്. അങ്ങനെ ഒരു 6 മണിയാകാറായപ്പോഴത്തേക്കും നമ്മൾ Airbnb-ലെത്തി. ആ ഫോട്ടോയിൽ കാണുന്നതിനൊക്കെ ഇച്ചിരി ക്രീപ്പി ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ആണെന്ന് എനിക്ക് തോന്നി. കണ്ടില്ലേ, ഇച്ചിരി നല്ല ഓൾഡായിട്ടുള്ള ബിൽഡിംഗ് ആണ്. അപ്പോൾ ഈ ഭാർഗവി നിലയത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത റീൽ കാണാം.